ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ്സായ 10ാമത്തെ ക്ലാസ്സുമായിട്ടാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് 1 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് P Qയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ Q Pയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? എന്താണ്? P Qയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ Q Pയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ Q 100 നമ്മളിപ്പോൾ എടുത്തു. അപ്പം നമ്മൾ P എന്ന് പറയുന്നത് 5 മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Q 100 ആണെങ്കിൽ P എത്രയായിരിക്കും കൂടുതൽ? 5 മടങ്ങ്. അപ്പോൾ 100 × 5 എത്രയാണ്? 500. 500 മടങ്ങ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കണം. അതായത് 500-ൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ എത്രയാണ്? 400 കിട്ടും. അപ്പം നമ്മൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? Q Pയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? അപ്പം നമ്മൾ ഈ വ്യത്യാസമായ 400 എടുത്ത് എഴുതിയിട്ട് നമ്മൾ ഈ Pയെ നമ്മൾ താഴെ കൊണ്ടുവരണം. Pയുടെ വാല്യൂ എത്രയാണ്? 500 ഇൻറ്റു എത്രയാണ്? 100. അതായത് നമ്മൾ ശതമാനം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എത്രയാണ് എടുക്കേണ്ടത്? 100% ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 100 നമ്മൾ അടുത്ത് എഴുതി. ഇത് നമ്മൾ വെട്ടി ചെയ്യണം. ഈ 2 0 മുകളിലത്തെ 2 0 വെട്ടിപ്പോയിട്ട് ബാക്കി ഇവിടെ എത്രയുണ്ട്? 5 ഉണ്ട്, അവിടെ 4 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. അപ്പോൾ ഈ 5 എത്ര പ്രാവശ്യം 5ൻ്റെ ടേബിൾ? 1 × 5 എത്രയാണ്? 5. ഇവിടെ എത്ര പ്രാവശ്യം 5 പോവും? 5 ഒരു 5 5, 2 5 10. ആ 2 ഇവിടെ എഴുതി, ഈ 0. അപ്പോൾ അതായത് ഈ 4 ഇവിടെ എടുത്ത് എഴുതിയിട്ട് ഇൻറ്റു 20. ആൻസർ എത്രയാണ്? 80% എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. 20 × 4 ചെയ്യുമ്പോൾ 20 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 80 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, A, B എന്നിവ 4:5 എന്ന അനുപാതത്തിലും B, C എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ A, C എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? എന്നാണ് A, B എന്നിവ 4:5 എന്ന അനുപാതത്തിലും B, C എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ A, C എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? നമുക്ക് അതേപടി നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. നമുക്ക് ഇതിൽ ഏതൊക്കെ ലെറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്? A, B, C. അപ്പം A, B, C എന്നിവ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ A, B എത്രയാണ്? 4:5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് B, C എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 20:30 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യണം? നമുക്കിതിലൊരു C ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ അവിടെ നമ്മൾ ഈ കാണുന്ന 5 എടുത്ത് ഇവിടെ എഴുതണം. അടുത്ത് നമുക്ക് ഇവിടെ ഉണ്ട് ഒരു ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 20 എടുത്ത് നമ്മൾ അവിടെ എടുത്ത് എഴുതി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 5 × 30 എത്രയാണ്? 150. 5 × 20 എത്രയാണ്? 100. 4 × 20 എത്രയാണ്? 80. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് A, C ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A, C കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇതും മാത്രമേ, നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം നമുക്കിതിനെ വെട്ടി ചെറുതാക്കാം. ഇത് എത്രയിൽ പോവും? എത്രേൻ്റെ ടേബിളാണ് പോണത്? ഇത് എത്രേൻ്റെ ടേബിളിൽ പോവും? 5ൻ്റെ ടേബിളിൽ എത്ര പ്രാവശ്യം പോവും? 16 × 5 ചെയ്യുമ്പം എത്ര കിട്ടും? 80 കിട്ടും. ഇത് എത്രേൻ്റെ ടേബിളാണ് പോണത്? 5ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം? 30 പ്രാവശ്യം ചെയ്യുമ്പോൾ 150 കിട്ടും. പിന്നെ ഇത് എത്രയിലാണ് പോണത്? എത്രയാണ് പോവും? 2ൻ്റെ ടേബിളിൽ പോവും അല്ലേ? എന്താണ്? 2ൻ്റെ ടേബിളിൽ പോകുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 8 × 2 എത്രയാണ്? 16. ഇത് എത്ര പ്രാവശ്യം പോകും? 2ൻ്റെ ടേബിൾ 15. ഇനി ഇതിൽ കൂടുതൽ പോവോ? ഇല്ല. A, C എന്ന് പറയുന്നത് 8:15 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? നമുക്കിതിലൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ മണിക്കൂറാക്കാൻ വേണ്ടിക്ക് എന്താണ് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 18/5 എന്ന ഇത് വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. ഇന്ന നമ്പർ വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. എന്താണ്? മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റി എത്ര കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം? 18/5. ഇക്വേഷൻ മറക്കല്. മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 18/5 = കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 18/5 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇതിൽ കൊടുത്തിരുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്ത് എഴുതാം. ടൈം എത്രയാണ്? 36 സെക്കൻഡ്. അടുത്ത് ഡിസ്റ്റൻസ്, ദൂരം എത്രയാണ്? 400 മീറ്റർ. ഇതെല്ലാം സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്?
എസ് ഈക്വൽ ടു d/t, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അതിൽ നമ്മൾ വാല്യൂസ് കൊടുക്കണം. ഇത് d എത്രയാണ് 400, അടുത്ത് ഇത് ടൈം എത്രയാണ് 36 സെക്കൻഡ്. നമ്മൾ ഇൻറ്റു ചെയ്യും. നമുക്ക് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മീറ്റർ പെർ സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എന്താക്കണം, കിലോമീറ്റർ പെർ ഹവറിലോട്ടാക്കണം. അതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ പഠിച്ചല്ലേ, എന്താണ് മീറ്റർ പെർ സെക്കൻഡ്, എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 18/5 ഈക്വൽ ടു കിലോമീറ്റർ പെർ ഹവർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 18/5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമുക്ക് വെട്ടി ചെയ്യേണ്ടി വരും ഇതിലല്ലേ. വെട്ടി ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യമാണ് പോണത്? ഓക്കെ, ഇതെങ്ങനെയാണ്? 18 നമ്മൾ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36. അതായത് എവിടെ എഴുതിയിട്ടുണ്ട്. 18 × 2 എത്രയാണ്? 36. അപ്പോൾ 2 പ്രാവശ്യം പോകും 18 ടേബിളിൽ. 18 ഇവിടെ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോവേ. 2 18 36. അതാണ് ഈ 2 18 36 വന്നത്. ഇനി നമുക്ക് ഇതിനെ 5 എത്ര പ്രാവശ്യം പോകും? 1 × 5 എത്രയാണ്? 5. ഇവിടെ എത്ര പ്രാവശ്യം പോകും? 8 5 40. ആ 8 അവിടെ എഴുതി, ഈ 0 നമ്മളടുത്ത് നേരെ മുകളിൽ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? 80/2 കണ്ട. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 80 ഹരണം 2 ചെയ്യുമ്പോൾ എത്രയാണ്? 40 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത് ലഘൂകരിക്കുക. എന്താണ്? 8/2/3 ഇൻറ്റു 27/2/3. നമുക്ക് ഇതിന് ഈ 8ന് നമുക്ക് 3, അതായത് 2നെ 3 പ്രാവശ്യം സ്ക്വയർ 2 × 2 × 2 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. നമുക്ക് 27ന് എത്ര പ്രാവശ്യം ചെയ്യും? 3 × 3 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 27 കിട്ടും. അപ്പം നമുക്ക് അതിനാ 8ന് നമുക്ക് 2/3 എന്ന് എഴുതാം, 27ന് 3/3 എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ നമ്പേഴ്സ് അതേപടി നമ്മൾ താഴെ എഴുതി കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 2/3നെ നമുക്ക് ഈ 3 × 2/3 നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വെട്ടി ചെയ്യാം. 3യും 3യും വെട്ടിയാൽ 2 ആയി. ഈ 3 × 2/3 നമുക്ക് സൈഡിൽ എഴുതി വെട്ടി ചെയ്യുമ്പോൾ 2 കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്ത്, ഈ 2/2, ഈ 2ൻ്റെ വെട്ടി ചെയ്തില്ല നമ്മൾ. ഇത്രയും ഭാഗം നമ്മൾ വെട്ടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അതിന് നമ്മൾ 2 ആക്കി. ഇവിടെ ഈ 3 അതേപടി എഴുതി, ഇത്രയും ഭാഗം നമ്മൾ വെട്ടി ചെയ്തപ്പോൾ അവിടെ 2 ആയി. 2 × 2 എത്രയാണ്? 4. 3 × 3 എത്രയാണ്? 9. അതായത് 1 × 3 3, 2 × 3 6, എന്താണ് 3 × 3 9. 9 ആണ്. അടുത്ത 9 × 4 എത്രയാണ്? 1 9 9, 2 9 18, 3 9 27, 4 9 36. ആ 36 ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏത്? നമുക്ക് 280/20,625 ഈ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഈ 289 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാണ്? 17ൻ്റെ സ്ക്വയറാണ് 289. അപ്പം 217ൻ്റെ സ്ക്വയർ, ആ 17ൻ്റെ കൂടെ 2 കൂട്ടും 3 കൂട്ടും എത്ര കിട്ടി? നമുക്ക് 20 കിട്ടി. അപ്പം നമുക്ക് 625 ഏതിൻ്റെ സ്ക്വയറാണ്? 25ൻ്റെ സ്ക്വയറാണ് 625. ഈ 25-നോട് 3 കൂട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും? ആൻസർ 28 കിട്ടും. ആ ആൻസറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ തന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത്, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏത് ആയിരിക്കും? ഇന്ന് തിങ്കളാഴ്ച. അപ്പം നമുക്ക് ഈ 65-നോട് 1 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 64. ഈ 64 ഡിവൈഡ് 7 ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ 9 ശിഷ്ടം ഇവിടെ എത്ര കിട്ടും? 1 കിട്ടും. 9 × 7 എത്ര? 63. 63 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 1 കിട്ടി. ഈ തിങ്കളാഴ്ചയിലൂടെ 1 കൂട്ടുമ്പോൾ എത്രയായി? ചൊവ്വാഴ്ചയായി. ഇനി അടുത്ത ക്വസ്റ്റ്യനാണേ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണേ. വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി? വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഇപ്പോൾ ഈ ക്ലോക്ക് വരച്ച് ഇതിൽ നമുക്ക് ഈ 12നും 1നും ഇടയ്ക്ക് എത്ര മിനിറ്റാണുള്ളത്? 30 മിനിറ്റ്. അപ്പം നമുക്ക് 7 മുതൽ 10 മണി വരെ കറങ്ങുന്ന എത്ര മിനിറ്റാണുള്ളത്? അതായത് 8 9 10, അങ്ങനെ 3 അല്ലേ. ആ 3 × അതിൻ്റെ ഇവിടെ എത്രയാണ്? 1 മിനിറ്റ് എന്താണ്? എത്രയാണ്? 30. ആ 30 3 × 30 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ 90. അങ്ങനെയാണ് ആൻസർ 90 കിട്ടിയത്. നമുക്ക് 7 മുതൽ 10 മണി വരെ 8 9 10. അപ്പം 3 ആ 3 × 30, 1 മിനിറ്റ് 1 മണിക്കൂർ എന്ന് വെച്ചാൽ 30 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ആ 30 3 × 30 എത്രയാണ്? 90. ഇനി അടുത്ത സംഖ്യ ഏത്? 6, 12, 36, 144, ഈ ഡാഷ് എന്താണെന്ന് കണ്ടുപിടിക്കണം. 6ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ 12 കിട്ടും.
12ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 കിട്ടും. 36ൻ്റെ കൂടെ 4, അതായത് 2, 3, 4, 5 കണ്ടോ? അപ്പോൾ 36ൻ്റെ കൂടെ 4 ചെയ്യുമ്പോൾ 144 കിട്ടും. 144ൻ്റെ കൂടെ 5 ചെയ്യുമ്പോൾ എത്രയാണ്? 720 കിട്ടും. ഇവിടെ ഞാൻ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. 144ൻ്റെ കൂടെ 5 ചെയ്യുമ്പോൾ 720 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അതിൻ്റെ പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 3.14 എന്നാണ് പൈയുടെ വാല്യൂ. എത്രയാണ് പൈയുടെ വാല്യൂ? എത്രയാണ്? 3.14. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് വരച്ചു. ആ ക്ലോക്ക് നമ്മൾ അരമണിക്കൂർ, 12 മണി മുതൽ 6 മണി വരെ സഞ്ചരിക്കുന്നത് അരമണിക്കൂറല്ലേ? അതായത് അരമിനിറ്റ്. ആ അരമിനിറ്റ് സഞ്ചരിച്ച് നമ്മൾ ഒരു സർക്കിൾ എടുത്ത് അതിൻ്റെ ഹാഫ് 180 ഡിഗ്രിയാണ്. അത് 180 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എന്താണ് ഫുൾ സർക്കിളിൻ്റെ ഇത് കണ്ടുപിടിക്കുക. എത്രയാണ് സർക്കംഫറൻസ്? എത്രയാണ്? 2πr എന്നാണ്. അപ്പോൾ പകുതി, അതായത് ഇത്രയും പകുതി സർഫസ് ആണെങ്കിൽ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? സർക്കംഫറൻസ് πr ആണ്. നമ്മൾ ഇക്വേഷന് മുൻപേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ മാത്സ് ക്ലാസ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് വൃത്തത്തിന് സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എത്രയാണ്? 2πr. ചുറ്റളവാണ്. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ ചുറ്റളവാണ്. ചുറ്റളവ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ എത്രയാണ്? 2πr. അതിൻ്റെ പകുതി ചുറ്റളവാണെങ്കിൽ എത്രയാണ്? πr. അതായത് ഇതിൽ നമ്മൾ ഒരു സൂചിയുടെ നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ? 1.5. സൂചി എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ മുതൽ അങ്ങോട്ടുള്ള കണക്കാക്കുക. അപ്പോൾ 1.5 സെൻറ്റിമീറ്ററാണ് സൂചിയുടെ ലെന്ത് എന്ന് പറയാം, നീളം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ എന്താണ്? πr എന്നാണ് ഇക്വേഷൻ്റെ ഇത്. അപ്പോൾ ഇക്വേഷൻ മറക്കല്ല്. ഇത് ഫുൾ വൃത്തത്തിൻ്റെ ചുറ്റളവാണെങ്കിൽ 2πr, പകുതി വൃത്തത്തിൻ്റെതാണെങ്കിൽ πr. അപ്പോൾ ഇക്വേഷൻ എന്താണ്? πr. ഈ പൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3.14 തന്നിട്ടുണ്ട്. അതേ ഇൻറ്റു 6 എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് എത്രയാണ്? 1.5. ആ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 3.14 1.5 ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 5 ഇൻറ്റു 4 എത്രയാണ്? 20. 20ൻ്റെ ഇവിടെ 0 കൊടുത്ത് ഇവിടെ 2 കൊടുത്ത്. 5 ഇൻറ്റു 1 എത്രയാണ്? 5. 5ൻ്റെ 2 കൂട്ടുമ്പോൾ 7. അടുത്ത് 3 ഇൻറ്റു 5 എത്രയാണ്? 15. ആ 15 നമ്മൾ നേരെ അവിടെ എഴുതി. ഇനി അടുത്ത് എന്താണ്? 1 ഇൻറ്റു 4 എത്രയാണ്? 4. 1 ഇൻറ്റു 1 1. 1 ഇൻറ്റു 3 എത്രയാണ്? 3. ഇതാ ഇവിടെ എല്ലാം കൂട്ടി എഴുതണം. 0, 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 11, ഇവിടെ 1, ഇവിടെ മുകളിൽ 1 ശിഷ്ടം. 5ൻ്റെ കൂടെ 1 കൂട്ടി 6, 6ൻ്റെ കൂടെ 1 കൂട്ടി 7, 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4. എന്നിട്ട് ഇവിടെ എത്ര സ്ഥാനം മാറ്റി കുത്തു കൊടുക്കണം? നമുക്കിവിടെ എത്രയാണ്? 1, 2, 3 സ്ഥാനം മാറ്റി കുത്തു കൊടുക്കണം. അതായത് ഇതിൻ്റെ കൂടെ 3 സ്ഥാനം മാറ്റി കുത്തു കൊടുക്കണം. അപ്പോൾ 1, 2, 3 സ്ഥാനം മാറ്റി കുത്തു കൊടുക്കുമ്പോൾ 4.710 710 എന്ന് പറയും. ഈ 0 നമുക്ക് വാല്യൂ ഇല്ല. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നേക്കാം 4.71 തന്നു വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 4.71 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടി ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടി ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇത് നമുക്ക് ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. ഇത് അച്ഛൻ്റെ വയസ്സായിട്ട് എടുക്കാം. മകൻ്റെ വയസ്സ് 5 ഇരട്ടി. അപ്പോൾ 5ൻ്റെ കൂടെ എത്രയാണ്? 5 ഇൻറ്റു ചെയ്യുമ്പോൾ 25 കിട്ടും. 6ൻ്റെ കൂടെ 5 20 ഇൻറ്റു ചെയ്യുമ്പോൾ 30 കിട്ടും. 7 ഇൻറ്റു 5 എത്രയാണ്? 35. 8 ഇൻറ്റു 5 40. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി അടുത്ത ഇത് പോയിന്റ് നോക്കണം. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടി ആയിരുന്നു. അതായത് 4 വർഷം മുൻപ്. അപ്പോൾ 4 വർഷം മുൻപ് നമുക്ക് എല്ലാം മൈനസ് ചെയ്യണം. 4ന് 5ൽ നിന്ന് 4 കുറച്ച് എത്രയാണ്? 1. 25ൽ നിന്ന് 4 കുറച്ച് 21. 4 വർഷം മുൻപാണ്. മുൻപ് എന്ന് പറയുമ്പോൾ കുറയ്ക്കണം. ഇപ്പം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കൂട്ടണം കേട്ടോ. അപ്പോൾ 6ൽ നിന്ന് 4 കുറച്ച് എത്രയാണ്? 2. 30ൽ നിന്ന് 4 കുറച്ച് 26. 7ൽ നിന്ന് 4 കുറച്ച 3. 35ൽ നിന്ന് 4 കുറച്ച 31. 8ൽ നിന്ന് 4 കുറച്ച 4. 40ൽ നിന്ന് 4 കുറച്ച 36. എന്നിട്ട് അവരെന്താണ് പറയുന്നത്? മുൻപ് അച്ഛൻ്റെ വയസ്സ് മുൻപാണ്. അപ്പം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. 4 വർഷം മുൻപാണ്. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പം 1ൻ്റെ കൂടെ 9 ചെയ്യുമ്പോൾ എത്രയാണ്? 9 കിട്ടുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ?
അടുത്ത് 9 ഇരട്ടിയായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം 2ൻ്റെ 9 കൂടി എത്രയാണ്? 18 വരേണ്ടടുത്ത് 26 വന്നത് തെറ്റല്ലേ? അപ്പം 3ൻ്റെ കൂടി 9 ചെയ്യുമ്പോൾ എത്ര വരേണ്ടത്? 1 9 2 9 3 27 വരേണ്ടത്. അപ്പോൾ അത് തെറ്റല്ലേ? ഇവിടെ നോക്കിയൊക്കെ 4ൻ്റെ കൂടെ 9 ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 1 9 9 2 9 18 3 9 27 4 9 36. അപ്പം 9 ഇരട്ടിയല്ലേ ഇത്? 36. 4ൻ്റെ 9 ഇരട്ടിയല്ലേ 36. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഏതാണ്? ഈ 40,8 ഇതിൻ്റെ ആൻസർ. അവരുടെ ഇപ്പോഴത്തെ പ്രായം ഇപ്പോൾ എത്രയാണ്? 40,8. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? എങ്ങനെയാണ്? ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകൾ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? ഇവിടെ നമുക്ക് എക്സ് എന്നെടുക്കാം. ആദ്യ പരീക്ഷ നമുക്ക് എക്സ് എന്നെടുക്കാം. അപ്പം ആദ്യ പരീക്ഷയേക്കാൾ 10 മാർക്ക് കൂടുതലാണ് രണ്ടാമത്തെ പരീക്ഷയ്ക്ക്, മൂന്നാമത്തെ പരീക്ഷയ്ക്ക് 11 മാർക്ക്. ഇങ്ങനെ നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കിതിൻ്റെ ശരാശരിയിലെ കാണേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടണം. അപ്പോൾ ഇത് എത്ര കാര്യങ്ങളുണ്ട്? 1 2 3 ബൈ 3 കൊടുത്തിട്ട് ഈ എത്രയാണ്? ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് എത്രയാണ്? 75 എന്നാണ് കൊടുത്തിട്ട് ആ 75 നമ്മളിവിടെ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എത്ര എക്സ് ഉണ്ട്? 1 2 3. ആ 3x പ്ലസ് ഈ 10ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 21 ബൈ ആ സെയിം 3 തന്നെ ഇവിടെ എടുത്ത് എഴുതി. എന്നിട്ട് 75 ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 3x പ്ലസ് 21 അത് 21 ആ 21 എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ 75 അതേപടി എഴുതുന്നിട്ട് ഈ ഡിവൈഡിൻ്റെ ഈ 3 സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? ഇൻറ്റു ആവും. അപ്പോൾ 75 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നടക്കുന്നത് 75 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 225 കിട്ടും. ഇവിടെയുണ്ട് ആ 225 225 നടക്കുന്നത്. അപ്പോൾ 3x പ്ലസ് 21 ഈക്വൽ ടു എത്രയാണ്? 225. എന്നിട്ട് നമ്മൾ ഈ 3x അതേപടി എഴുതിയിട്ട് ഈ 21 പ്ലസ് 21 സമത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? മൈനസ് ആവും. അപ്പോൾ 225 മൈനസ് 21 അത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 225 21 മൈനസ് ചെയ്യുമ്പോൾ 204 കിട്ടും. അപ്പോൾ 3x എന്ന് പറയുന്നത് 204. എന്നിട്ട് ഇതിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു 204 ഡിവൈഡ് ഈ ഇൻറ്റു സമത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും, 3 ആവും. അപ്പോൾ നമ്മൾ 204നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര? 6 പ്രാവശ്യം 18. എന്നിട്ട് ഈ 0 നിന്ന് 8 പോയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ കടം എടുക്കുമ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 1 ആവും. ഇത് കൂട്ടണ്ട. ഇവിടെ 10 നിന്ന് 8 പോയി എത്രയാണ്? 2. എന്നിട്ട് 3 ടേബിൾ 2 ഉണ്ടോ നോക്കണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 4 നേരെ താഴെ എടുത്ത് എഴുതും. അപ്പോൾ 24 ആയി. ഇനി 3ൻ്റെ ടേബിളിൽ 24 ഉണ്ടോ നോക്കണമുണ്ടല്ലോ. 8 പ്രാവശ്യം 24, 8 3 24. 24 എഴുതിയിട്ട് അടി വര കൊടുത്ത് മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര? 0. ആൻസർ എത്രയാണ്? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 68ആണ്. അങ്ങനെ മൊത്തം ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ സ്റ്റെപ്പും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് അതേപടി തന്നെ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ 1 മുതലുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ മാത്സ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കുക. നോക്കിയാൽ പോരാ, ചെയ്ത് നോക്കണം. എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല ഉന്നതമായ മാർക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഇത്രയും കണ്ടതിന്. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു.